വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യൂട്യൂബ് ബോർഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നരച്ച മുടി നമുക്ക് ഈസി ആയിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ എങ്ങനെ അത് ട്രീറ്റ് ചെയ്ത് ഓക്കെ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രേ ആവുന്നതിന് കുറേ റീസൺ ഉണ്ട്. മെയിനായിട്ടും ഹെറിഡിറ്റി, അതുപോലെ നമ്മുടെ സ്ട്രെസ്സ്, സ്ട്രെയിൻ, പിന്നെ സലൂണിലൊക്കെ പോയിട്ട് ഓരോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അല്ലേ. ഹെയർ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, അങ്ങനെ പലതും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഹെയർ ഡാമേജ് ആകാനും അത് നരയിലോട്ടും മാറാനുമുള്ള മെയിൻ റീസൺസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നാരങ്ങ വെച്ചിട്ട് ഇതെങ്ങനെ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നാരങ്ങ നോക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു തെറ്റായൊരു ധാരണയുണ്ട്. നാരങ്ങ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി അത്രയും പോകുമെന്നുള്ളത്. എന്നാൽ അത് ഡയറക്റ്റ് അങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിനോടൊപ്പം മിക്സ് ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കളറൊക്കെ ചെയ്യുന്ന സമയത്താണ് ആ ടൈമിൽ നമുക്ക് ഒത്തിരി ഹെയറൊക്കെ ലോസ് ആവാറുണ്ടല്ലേ. അതുപോലെ ആ കളറൊന്ന് മാറാനും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു വെള്ളം അടുപ്പിൽ വെച്ച് അതിലോട്ട് നല്ല തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് തേയിലപ്പൊടിയും അതുപോലെ കോഫിയും യൂസ് ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം തിളച്ച് ഇതുപോലൊരു കളറാകുമ്പോഴുണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കണം. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ബ്രൂവോ അല്ലെങ്കിൽ ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാകുമ്പോൾ കുറച്ചുകൂടി നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ കട്ടൻ കോപ്പി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് എടുത്താലും ബെനിഫിറ്റ് തന്നെയാണ്. ഇനി ഇൻസ്റ്റൻറ്റ് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിലല്ലാണ്ട് യൂസ് ചെയ്യുന്നതുണ്ടല്ലോ, അതും യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ലേ. പിന്നെ നമ്മൾ മെയിൻ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ്. അത് 100% പ്യുവറായിട്ടുള്ള ഹെന്ന തന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് പൊടി ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിലോ ഒക്കെ കാണത്തില്ലേ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെന്ന, അത് അരച്ച് എടുത്താലും മതിയാവേ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് 100% പ്യുവർ ആയതുകൊണ്ട് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ ഈ ചെയ്യുന്ന സെയിം മെത്തേഡ് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കയ്യിലും മെഹന്തി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല കളറുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടിയുണ്ടല്ലോ, നമ്മുടെ ഹെന്ന പൊടി എടുത്ത് ഒരു അയൺ പാത്രത്തിലോട്ട് മാറ്റണേ. അയൺ പാത്രത്തിലോട്ട് മാറ്റുമ്പോഴാണ് ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ഡൈ റിലീസാവുന്നത്. അപ്പം ഞാൻ ആദ്യം അതിൽ ഒഴിക്കുന്നത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേയില ഉണ്ടല്ലോ, കട്ടൻ കോഫി, അതാണ്. അത് കുറച്ച് അളവിനൊന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കണം. കാരണം നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ലെമൺ. അപ്പോൾ ലെമൺ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ യൂസ് ചെയ്യരുത്. ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ചെറിയ ഇച്ചിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരളവിന് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ചെറിയൊരളവിന് മാത്രമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കട്ടൻ കാപ്പിയോടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി വെള്ളമായി പോകാണ്ട് ശ്രദ്ധിക്കാം. അതുപോലെ കട്ടകളൊക്കെ നല്ലവണ്ണം ഉടച്ചെടുക്കാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇനി കാസ്റ്റ് അയൺ ഇല്ലാത്തവരാണെങ്കിലുണ്ടല്ലോ, നമ്മൾ സാധാരണ ഇതിലൊരു പാത്രത്തിൽ വെച്ച ശേഷം ഇരുമ്പിൻ്റെ ആണി കിട്ടത്തില്ലേ, ഇച്ചിരി തുരുമ്പൊക്കെ എടുത്തതാണെങ്കിലാണ് അത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുമ്പിൻ്റെ അതായത് അയൺ പാത്രം ഇല്ലാത്തവർ അങ്ങനെ എടുക്കാം. ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് ഉണ്ടത്. എന്ന് വെച്ച് നിങ്ങൾ ഇട്ട ഉടനെ നിങ്ങളുടെ ഹെയർ ബ്ലാക്ക് ആവും എന്നല്ല ഞാൻ പറയുന്നത്. ഗ്രാജുവലി ഇത് യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഹെയറിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഇത് ഇടുമ്പോൾ പലർക്കും പറയുന്ന ഒരു പ്രശ്നമാണ് മുടി ചകിരി പോലെ ആകുന്നെന്ന്. അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഹെയറിൽ ചെറിയ രീതിയിൽ ഓയിലുണ്ടല്ലോ, നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതൊന്ന് അപ്ലൈ ചെയ്യാൻ മറക്കരുതേ. ഇതുണ്ടല്ലോ ഒരു 7 ഇയേഴ്സ് എബോ ഉള്ള കുഞ്ഞുങ്ങൾക്കായാലും യൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് ഹെയറൊക്കെ നല്ല തിക്നെസ് ആയിട്ട് വളരെ ഹെൽപ്ഫുൾ ആവുകയും. പിന്നെ കുഞ്ഞു മക്കൾക്ക് വയ്ക്കുമ്പോൾ ഇത് ഒരു ഹെയറിൽ ഒരു 15 to 20 മിനിറ്റ്സ് അത്രയും മാത്രം വെച്ചാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾഡൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമുള്ളവർ അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. നമ്മളത് മാക്സിമം ഒരു 1 hour വെക്കണം എന്നാണ് പലരും പറയുന്നത്. 1 hour to 3 hours വെക്കുന്നവരുണ്ട്. അപ്പോൾ അത്രയും നേരം വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ബെനിഫിറ്റാണ്. എന്നാലും ചിലർക്ക് കോൾഡിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അത് ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം.
ഇത് വാഷ് ഔട്ട് ചെയ്ത ശേഷം ഉണ്ടല്ലോ ഈ ഷിക്കാക്കായ് പൗഡറും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ മുടി ചകിരി പോലെ വരുന്ന ആ ഒരു അവസ്ഥ മാറിക്കിട്ടി. ഷിക്കാക്കായ് പൗഡർ എന്ന് പറയുന്നത് ശരിക്കും നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല, കോൾഡൊക്കെ ഒരു പരിധിവരെ. ഇനി ഹെയറിന് നല്ല കളർ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെ ബീട്രൂട്ട്, നല്ല കളറുള്ള ബീട്രൂട്ട് നല്ല രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. ഗ്രേറ്റ് ചെയ്ത് അത് നല്ല സൺലൈറ്റിൽ വെക്കണം. ഒരു 2-3 ദിവസം വെക്കേണ്ടി വരും. ഒരു അത്യാവശ്യം 2-3 എടുത്താലാണ് നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി കിട്ടുന്നത്. നല്ലവണ്ണം ഡ്രൈ ആയ ശേഷം ഉണ്ടല്ലോ അത് നമ്മുടെ സാധാരണ മിക്സിയിൽ വെച്ച് പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള ബീട്രൂട്ട് പൊടി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ ഹെയറിന് ഇതുപോലെ എണ്ണയോടൊപ്പം ആഡ് ചെയ്താൽ നല്ല കളർ കിട്ടാനും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയും വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.